10th പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 10th എന്നല്ല, നമ്മുടെ മെയിൻ എക്സാമിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം അയ്യങ്കാളി, സാധുജനം, വക്കം അബ്ദുൽ ഖാദർ, തിരുവിതാംകൂർ മുസ്ലിം, വാഗ്ബടാനന്ദൻ, സമത്വ സമാജം ഇവയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മൂന്നെണ്ണത്തിൻ്റെ അത് തെറ്റായ ബന്ധം എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവീൻ്റെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നുള്ളതാണ്. അപ്പം ശരിയായി നമുക്ക് നോക്കാം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. ഇനി അടുത്തത് വാഗ്ബടാനന്ദൻ്റെത് സമത്വ സമാജം, വാഗ്ബടാനന്ദൻ്റെതാണ് സമത്വ സമാജം. ഇതിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് 1857 വിപ്ലവത്തിലെ നേതാക്കന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഓരോ വിപ്ലവ നേതാക്കന്മാരെ നമുക്ക് നോക്കുമ്പോൾ കാൺപൂരിൽ നാനാ സാഹിബാണ്. ഡൽഹിയിൽ വന്നത് ജനറൽ ഭഗത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും വരും. ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായിയാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. മീററ്റിൽ വരുന്നതാണ് കദം സിംഗ് ആണ്. മീററ്റിലെ കദം സിംഗ്. അലഹബാദിലാണ് ലിയാഖത്ത് അലി ഖാൻ. മധുരയിൽ ദേവി സിംഗ് ആണ്. ദേവി സിംഗ്. ഗ്വാളിയോർ റാണി ലക്ഷ്മി ഭായും താന്തിയോ തോപ്പിയുമാണ്. കോട്ട ജയ്ദയാൽ. ഹരിയാനയിൽ റാവു തുലാറാം. കോട്ടയൻ്റെ അകത്ത് ജയ്ദയാൽ, ഹരിയാനയിൽ റാവു തുലാറാം. ആസാമിലാണ് മണിറാം ദത്ത. ബറൌട്ട് പർഗാന, ഷാമൽ, ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ, ബീഗം ഹസ്രത്ത് മഹൽ. ഇനി ബീഹാർ ജഗദീഷ്പൂർ ആര, കൺവർ സിംഗ് ആണ്. ബീഹാർ ജഗദീഷ്പൂർ ആര, കൺവർ സിംഗ്. ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ. ബറേലി റോഹിൽഖണ്ഡിൽ ഖാൻ ബഹദൂർ ഖാനാണ്. മാണ്ടസോറിലാണ് ഫിറോസ് ഷാ. ഇത്രയും വ്യക്തികളാണ് 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവർ. ശരിയായ ക്രമത്തിൽ വരുന്നതിനെ കുറിച്ചാണ് ഇത്. ശരിയായത് മാത്രമേ വായിക്കുന്നുള്ളൂ. ദണ്ഡി മാർച്ച് നടന്നത് അത് 1930. ദണ്ഡി മാർച്ച് 1930 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് എന്ന് പറയുന്നത് 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928. ഗാന്ധി ഇർവിൻ ഉടമ്പടി പറയുന്നത് 1931. ഇതിനകത്ത് തെറ്റായത് വായിക്കുന്നില്ല, ശരിയായത് മാത്രമാണ് വായിച്ചത്. അപ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. നെക്സ്റ്റ്, സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? അത് റുസോയാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് റുസോ. താഴെ പറയുന്നവയിൽ സന്യാസനിൻ്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ബാധകം അല്ലാത്തതാണ് ഇതിൽ എഴുതിയത് സമഗ്ര ജനാധിപത്യം. അപ്പോൾ സന്യാസൻ്റെ 3 തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സന്യാസൻ്റെ 3 തത്വങ്ങൾ, ഡോക്ടർ സന്യാസൻ്റെ 3 തത്വങ്ങളിൽ പെടുന്നവയാണ് ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. 3 തത്വങ്ങളാണ് ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിലെ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. അപ്പം ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ശരിയായ പ്രസ്താവനകൾ, ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇതിൽ ശരിയായത് മാത്രമാണ് നോക്കുന്നത്. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. പിന്നെ 2022 അർജൻറ്റീനയുടെ 2ാം ലോകകപ്പ് കിരീട നേട്ടം. അപ്പോൾ 2 കാര്യങ്ങൾ. ഇനി പാലക്കാട് ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ. ഇനി അടുത്ത ചോദ്യം ചുരങ്ങളെക്കുറിച്ചാണ്. അപ്പം എല്ലാ ചുരങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാവുന്നതാണ്. എല്ലാ ചുരങ്ങളും എന്ന് പറയുമ്പോൾ ആദ്യത്തത് പാലക്കാടാണ്. പാലക്കാട് ചുരം എന്ന് പറയുമ്പോൾ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ്. പാലക്കാട് ചുരം പാലക്കാട്, കോയമ്പത്തൂർ. താമരശ്ശേരി കോഴിക്കോട്, മൈസൂർ. ആര്യങ്കാവ് പുനലൂർ, ചെങ്കോട്ട. പെരിയ ചുരം മാനന്തവാടി, മൈസൂർ. പേരമ്പാടി കണ്ണൂർ, കൂർഗ്. പാൽച്ചുരം വയനാട്, കണ്ണൂർ. ബോഡിനായ്ക്കന്നൂർ, ഇടുക്കി, മധുര. ആലുവാമൊഴി തിരുവനന്തപുരം, തിരുനെൽവേലി. നാടുകാണി എന്ന് പറയുന്നത് നിലമ്പൂരും ഗൂഡല്ലൂരുമാണ്. ഒന്നുകൂടെ പറയാം. ചുരങ്ങൾ: പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് പുനലൂരിനെയും ചെങ്കോട്ടയും കണക്ട് ചെയ്യുന്നു.
പേരിയാചുരം മാനന്തവാടിയും മൈസൂറിനെയുമാണ്. പേരമ്പാടി കണ്ണൂരിനെയും കൂർഗിനെയുമാണ്. പാൽച്ചുരം വയനാട് കണ്ണൂർ. ബോഡിനായ്ക്കന്നൂർ ഇടുക്കിയും മധുരയും ചേർക്കുന്നു. ആലുവാമൊഴിച്ചുരം തിരുവനന്തപുരവും തിരുനെൽവേലിയും കൂട്ടിച്ചേർക്കുന്നു. നാടുകാണിച്ചുരമാണെങ്കിൽ നിലമ്പൂരും ഗൂഡല്ലൂരുമാണ്. ഉപ്പ് ജലതടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. സാമ്പാർ തടാകം രാജസ്ഥാനിലാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇപ്പോൾ ഉൾപ്പെടുന്നതൊക്കെ നോക്കാം. ചമ്പൽ, ബദ്വ, സോൺ ഇവ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ്. ചമ്പൽ, ബദ്വ, സോൺ. ചമ്പൽ, ബദ്വ, സോൺ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ പമ്പാനദിയുടെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ടുകായലിലാണ്. പമ്പാനദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലിലാണ്. അന്തരീക്ഷപാളിയിൽ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ. പർവേഷ് മുഷറഫ് ഏത് രാജ്യത്തിൻ്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡൻറ്റുമായിരുന്നു? പാകിസ്ഥാൻ്റെയാണ്. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ സ്വകാര്യവൽക്കരണം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, ഇതിൽ പെടാത്തത് ഭൂപരിഷ്കരണമാണ്. അപ്പോൾ പെടുന്നവ എന്തെല്ലാമാണ്? 1991 നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടുന്നവയാണ്. ഒന്ന് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം ഇവയാണ്. 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള ഒരു സർക്കാർ ചെലവ് താഴെ തന്നിരിക്കുന്ന പട്ടികകളിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് പ്രതിരോധത്തിൻ്റെ ചെലവ് ശതമാനാടിസ്ഥാനത്തിൽ പറയുമ്പോൾ 8% പ്രതിരോധം 8%. സബ്സിഡിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 7%. സബ്സിഡി 7%. ഇനി പെൻഷൻ 4%. പലിശ തിരിച്ചടവ് 20%. ഭാരതീയ റിസർവ് ബാങ്ക് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 1935 സ്ഥാപിതമായി. 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. ശരിയായത് മാത്രമാണ് നോക്കുന്നത്. 1935 RBI സ്ഥാപിതമായത്. 1935 RBI സ്ഥാപിതമാവുന്നത്. 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. ഇനി താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദന ക്രമത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അബ്രം അല്ലെങ്കിൽ മൈക്ക, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ആദ്യം അബ്രം, പിന്നെ കൽക്കരി, പിന്നെ ഇരുമ്പയിര്, മാംഗനീസ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ആസൂത്രണ കമ്മീഷൻ 1950 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്ത കണ്ടെത്താനാണ്. ബന്ധമില്ലാത്ത ഇടതവള വിപ്ലവത്തിൻ്റെ വർഗീസ് കുര്യനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെയാണ്? MS സ്വാമിനാഥൻ. ഉയർന്ന വിളവ് തരുന്ന വൈവിധ്യമാർന്ന വിളകൾ C സുബ്രഹ്മണ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശരിയായത് മാത്രം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗത്തിൻ്റെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ്സാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് പാർലമെൻ്ററി സമ്പ്രദായം. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ മറ്റൊന്ന് നിയമവാഴ്ചയുമാണ്. പാർലമെൻ്ററിയും നിയമവാഴ്ചയും. എനിക്ക് ചേർത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശരിയായത് പറയുമ്പം ഒന്ന്, കീഴ്ക്കോടതിക്കു മേൽക്കോടതികൾ ചുമത്തുന്ന ഉത്തരവുകളെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നു. 2, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. 3, ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാദിത്തമാണ് മൻഡാമസ്. അപ്പോൾ 3 ശരിയാണ്. കീഴ്ക്കോടതിയിലേക്ക് മേൽക്കോടതി ചുമത്തുന്ന ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ ഇറക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മൻഡാമസ് എന്ന് പറയുന്നത്. ഇനി ഈ ഭരണഘടനയിൽ അനുച്ഛേദം 19 പ്രകാരം ആ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിൽ പെടാത്തത് എന്തെന്നുള്ളതാണ്. അപ്പോൾ പെടാത്തതാണ് വിദ്യാഭ്യാസ അവകാശം. അപ്പോൾ അനുച്ഛേദം 19 പെടുന്നവയാണ്. 1, ആവിഷ്കാര സ്വാതന്ത്ര്യം. 2, സംഘടനാ സ്വാതന്ത്ര്യമാണ്. അനുച്ഛേദം 19 ഉൾപ്പെടുന്നതാണ്. 1, ആവിഷ്കാര സ്വാതന്ത്ര്യം. 2, സംഘടനാ സ്വാതന്ത്ര്യം.
നിർദ്ദേശതത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക, ഈ കൊടുത്തിരിക്കുന്ന മൂന്നും നിർദ്ദേശതത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പം നിർദ്ദേശതത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൽ സ്വത്തവകാശം നിയമാവകാശമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിലെ ശരിയായവ ഏത് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368, 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങൾ. ഇതിൽ ശരിയായത് മാത്രം പറയാം. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദ ഭേദഗതി എന്ന് പറഞ്ഞിരിക്കുന്നത് 368ആണ്. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്ന ആരാണ്? അത് സസ്യങ്ങളാണ്. സസ്യങ്ങൾ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ സസ്യങ്ങൾ. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ എന്താണ്? ശരിയായ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, കരൾ സംബന്ധ രോഗം മലിനജലത്തിലൂടെ വ്യാപിക്കുന്നുണ്ട്, ബിലിറൂബിൻ്റെ അളവ് കൂട്ടുന്നുണ്ട്. ഇനി താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് എന്ന് പറയുന്നത് തൊണ്ടമുള്ളാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്, ഹൃദയാഘാതം ജീവിതശൈലി രോഗമാണ്, അമിത രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗത്തിൽപ്പെടുന്നു. അടുത്ത ജനിതക പശ എന്നറിയപ്പെടുന്നത് എന്താണ്? ലിഗേസ് ആണ് ജനിതക പശ എന്ന് അറിയപ്പെടുന്നത്, ലിഗേസ്. ഇനി അൾട്രാവയലറ്റ് രശ്മിയുമായി ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? അൾട്രാവയലറ്റിൻ്റെത് അത് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, പിന്നെ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അൾട്രാവയലറ്റ് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത W എന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ടങ്സ്റ്റൻ്റെ പ്രതീകമാണ് W. ചുവടെ കൊടുത്തിരിക്കുന്നവയിലെ കപട സംക്രമണ മൂലകം ഏതാണ്? കാഡ്മിയമാണ് കപട സംക്രമണ മൂലകം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് എന്താണ്? അത് പ്ലൂട്ടോണിയമാണ്, പ്ലൂട്ടോണിയം. ഇനി അടുത്തത് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് വള്ളത്തോളാണ്. വെള്ളായപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ചിരിക്കുന്ന ഒരു ചെറുകഥയാണ് കടൽ തീരത്ത്. ഒളിമ്പിക്സ് ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയതാണ് കർണം മല്ലേശ്വരി. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചതാണ് വിൻസെൻ്റ് വാൻ ഗോഗ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ അല്ലെങ്കിൽ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് വിൻസെൻ്റ് വാൻ ഗോഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? അത് കേരള ഹൈക്കോടതി ആണ്.